മെഗാ സെയിൽ ഓഫറിന്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാന്ത വർക്ക് ഉള്ള സാരീസ് ആണ്. അപ്പോൾ കാന്ത വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നല്ല എക്സ്പെൻസീവ് സാരീസ് ആണ്. കാന്ത വർക്ക് ചെയ്യാൻ കുറേ സമയത്ത് പല രീതിയിലും കാന്ത വർക്ക് ചെയ്യാം. ഭയങ്കര ഡിസ്റ്റൻസ് വിട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ കാന്ത വർക്ക്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഒത്തിരി അകത്തിയും തയ്ക്കാം, അതുപോലെ തന്നെ അടുപ്പിച്ച് ഫുള്ളും കവർ ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് ബേർഡ് അങ്ങനെയാണെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പം അതുപോലെ അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്ന കാന്ത വർക്കിന്റെ ഡിസൈൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അത് വളരെ റേറ്റ് കുറച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് സെയിലിന് ഇട്ടിരിക്കുന്നത്. ഒരു 3000 റേഞ്ചിൽ വരുന്ന സാരീസ് ഒക്കെയാണ്. അത് വളരെ വില കുറച്ചാണ് ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ചെയ്യുന്നവർക്കൊക്കെ ഒരു വളരെയധികം നന്ദി. അപ്പോൾ ഇന്ന് അതിൻ്റെ റിസൾട്ട് ഇപ്പം ഒരാഴ്ച ഇതുവരെ എല്ലാ ദിവസവും ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുന്ന അതിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണത് വെനസ്ഡേ ആയിരിക്കും. അത് വെനസ്ഡേ ടൈം എപ്പോഴാണെന്ന് ഞാൻ നേരത്തെ പറയാം. വെനസ്ഡേ പബ്ലിഷ് ചെയ്യുന്നത് വൈകുന്നേരം ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഓരോ സാരീസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ സാരി തന്നെ ഒരു ലൈറ്റ് ക്രീം അല്ലെങ്കിൽ ലൈറ്റ് ചിക്കു ഷെയ്ഡ് എന്നും പറയാം, അല്ലെങ്കിൽ ഡാർക്ക് ക്രീം എന്നും പറയാം. ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാന്ത വർക്ക്. ഇത് ഇങ്ങനെയാണ് സാരി വന്നിരിക്കുന്നത്. കാന്ത വർക്കിൻ്റെ അകത്ത് ബ്ലൂ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. ഈ സാരിയുടെ മുന്താണി ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഡിസൈൻ ഉണ്ട്, മിഡിലും ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു മുന്താണി കാണുന്ന പോർഷനിൽ ഒരു വലിയ ഡിസൈനും ഇച്ചിരി നീളത്തിലുണ്ട്. അതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ തന്നെ 2 ഷെയ്ഡും അതുപോലെ തന്നെ ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഡിസൈന് ഫുൾ അത്രയ്ക്ക് പ്രൊജക്ഷൻ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്താലും അങ്ങനെയാണല്ലോ, ഔട്ട്ലൈൻ ബ്ലാക്ക് കൊടുത്താൽ ഒരു ഫുൾ ഇമേജ് പിക്ചറിന് തന്നെ ഒരു എടുപ്പ് കിട്ടും. അതുപോലെയാണ് ഈ ഒരു എംബ്രോയിഡറിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് കാന്ത വർക്ക് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്ന കാന്ത വർക്കാണ്. അപ്പോൾ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ ഈ ഒരു പാറ്റേൺ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഫ്ലവർ തയ്ക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ അത്രയ്ക്ക് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഡിസൈൻ തയ്ക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം 2 സൈഡിലും അപ്പുറത്തെ സൈഡിലും മിഡിലും ഒരേ സിംഗിൾ ഫ്ലവർ ഡിസൈനും ഇവിടെ ഒരു വലിയ ഡിസൈനുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ ഉള്ളത്. ഇവിടെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഞെറിഞ്ഞെടുക്കുമ്പം ഇത്തിരി നീളത്തിൽ തന്നെ ഡിസൈൻ വെച്ചിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നീണ്ട ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ ഉടുക്കുമ്പോൾ കാണുന്ന പോർഷൻ ഫുള്ളുമായിട്ട് ഒരു 20 ഇഞ്ചോളം ഫ്രണ്ട് ഫുള്ളും ഇതുപോലെ ഡിസൈനിങ് പോയേക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു ഡിസൈൻ കഴിഞ്ഞ് അടുത്ത ഡിസൈൻ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് തയ്ച്ചിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഉണ്ട്. അപ്പോൾ ഈ സാരിക്ക് ബ്ലൗസ് ഇടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ഇട്ടാലും അല്ലെങ്കിൽ ഈ ക്രീം തന്നെ ഇട്ടാലും നല്ലതാണ്. പിന്നെ ഈ ഇതാണ് ഒരു നമ്മുടെ ഡിസൈൻ. ആ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയിൽ തന്നെ ഈ കളർ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് കൊടുത്തേക്കണമായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി ഇതിപ്പോൾ വിത്ത് ബ്ലൗസ് പീസ് അല്ല, അടുത്ത സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെ യെല്ലോ സാരിയിലാണ്, ലെമൺ യെല്ലോ സാരിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരു ഡിസൈൻ, അത് നേരത്തെ കണ്ടുപോലത്തെ തന്നെ ഒരു ഡിസൈൻ വലുത്. നടുക്ക് ഡിസൈൻ ഇല്ല മുന്താണിയിൽ, മറു സൈഡിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡിസൈൻ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും സെയിം കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 സാരിയിലും ആ കളർ കോമ്പിനേഷൻ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ആ ലെമൺ യെല്ലോയിൽ ബ്ലൂ ആൻഡ് 2 ഷെയ്ഡ്സ് വന്ന കാരണം ക്രീമിനേക്കാളും കൂടുതൽ എടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുവരെ സിംഗിൾ ഡിസൈൻ, മറ്റേ സാരിയിൽ കണ്ടവരെ തന്നെ. പിന്നെ ഷോൾഡർ പ്ലീറ്റിലോട്ട് വരുമ്പം അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പോൾ ക്രീമിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിരുന്നു.
ഇതിൻ്റെ അകത്ത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വലുത്, ഒരു കുഞ്ഞത്, ഒരു വലുത്, അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഡിസൈൻ, ഒരു കുഞ്ഞ് ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഡിസൈൻ. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ്. ലെമൺ യെല്ലോ ബ്ലൗസ് പീസിൽ തന്നെ ഈ സ്ലീവിൻ്റെ അകത്ത് ഈ സെയിം ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 തന്നെയാണ് ഇതിൻ്റെ റേറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇനി അടുത്ത സാരി വന്നിട്ട് കാന്താ വർക്കിൻ്റെ തന്നെ ലെമൺ യെല്ലോ സാരി തന്നെയാണ്, പക്ഷെ കാന്താ വർക്കിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതൊരു ലോട്ടസ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈനിൻ്റെ ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ വളരെ കുഞ്ഞതാണ് മറ്റേത് വെച്ച് നോക്കുമ്പം. പക്ഷേ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഭയങ്കര ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കാണെങ്കിൽ ലീഫ് ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും വേറെ കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വെയിൻസ് തയ്ക്കുക, നടുക്ക് തയ്ക്കുക, ഔട്ട്ലൈൻ വേറെ കളറ്, അങ്ങനെ ഒത്തിരി കളർ ത്രെഡ്സ് യൂസ് ചെയ്ത് ഒത്തിരി ഡീറ്റെയിലിംഗ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ ദൂരത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തയ്ച്ചതായിട്ടേ നമുക്ക് ഫീൽ ചെയ്യില്ല, ഒരു പെയിൻറ്റിങ് പോലെയാണ് ഫീൽ ചെയ്യുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അത് മുന്താണിയുടെ ഒരു സൈഡാണ്. മറു സൈഡിൽ ഒരു കുഞ്ഞു ലോട്ടസ് ഫ്ലവർ. ഈ ഒരു ലോട്ടസ് ഫ്ലവറും ഒരു ഇലയുമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 2 ഇലയും കൂടെ എക്സ്ട്രാ ഉണ്ട്, 2 ബഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വലുതും ഒരു ഇലയും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുവരെ റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഈ സെയിം ലോട്ടസ് ഡിസൈൻ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 എണ്ണം അടുപ്പിച്ച് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ 3 താമരയായിട്ട് ഇരിക്കുന്നുണ്ടാകും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ആ പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. ലെമൺ യെല്ലോ ആയാലും കുഴപ്പമില്ല. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1899 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് വന്നിട്ട് ആദ്യം കണ്ട ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് കാന്താ വർക്ക് ഇച്ചിരി എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിക്കായിട്ടല്ല ചെയ്തിരിക്കുന്നത്. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 കളർ കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് മാത്രം അതിൻ്റെ ഇത് നടുക്കുള്ള പോർഷൻസ് ഹൈലൈറ്റ് ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സിനാണെങ്കിൽ ഔട്ട്ലൈൻ ഒരു കളറ്, ഉള്ളിൽ വേറൊരു കളർ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മറു സൈഡിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡിസൈനും ഇവിടെ ഒരു വലിയ ഡിസൈനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഈ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കണ്ടപോലെ ഒരു കുഞ്ഞു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ 3 ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. 3 എണ്ണം അടുപ്പിച്ച് വരും. അത് കളേഴ്സൊക്കെ നല്ല ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് അല്ല, നല്ല കാണാൻ ഭംഗിയുള്ള കളേഴ്സാണ്, തെറിച്ച് നിൽക്കുന്ന കളേഴ്സ് അല്ല. ഇത് 3 എണ്ണം ഫ്രണ്ടിലത്തെ പ്ലീറ്റിൽ വരും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫ്ലവേഴ്സിലുള്ള ഏത് കളർ ബ്ലൗസ്, മെറൂൺ കളറോ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ പിങ്ക് ആയാലും നമുക്ക് ഇടാവുന്നതാണ്. പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ സാരിയുടെ കളർ, അല്ല എന്നുണ്ടെങ്കിൽ ആ മെറൂൺ കളർ ത്രെഡ് ബ്ലൗസ് പീസ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെ റേറ്റ്. ഏറ്റവും അവസാനത്തെ സാരി അത് കാന്താ വർക്ക് സാരി അല്ല, പക്ഷെ ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റിൽ സെയിം ബഡ്ജറ്റിൽ വരുന്ന ഒരു സാരിയാണ്. അതും ഈ സെയിം കളറാണ്, ക്രീം കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ഫുൾ ലേസി ഡേസി ഡിസൈൻസ് ആണ്. അതൊരു വള്ളി പോലെയായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫുൾ സാരിയിലും ഇതുപോലെ 1 സൈഡ് ബോർഡർ. ഇത് മുന്താണിയാണ്. അപ്പോൾ മുന്താണിയുടെ ഈ എൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സാരിയിലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി പോയേക്കുക. അപ്പോൾ ഡാർക്ക് ഒലീവ് ഗ്രീൻ ലീവ്സ് ആൻഡ് സ്റ്റെംസും ഫ്ലവേഴ്സ് മെറൂൺ കളർ ഫ്ലവേഴ്സിൻ്റെ നടുക്ക്
വൈറ്റ് കളർ ത്രെഡും കൊണ്ട് ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. വൈറ്റ് കളർ വന്ന കാരണം ആ മെറൂൺ ഫ്ലവേഴ്സ് നല്ലോണം തെറിച്ച് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയിൽ ഫുള്ളും ഈ ഒരു ബോർഡർ 5.5 മീറ്ററും ഇതുപോലെ വർക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. വൺ സൈഡ് ബോർഡർ ഫുള്ളും. ബോർഡർ ഡിസൈൻ താല്പര്യമുള്ളവർക്ക് എന്ന് വെച്ചാൽ ബോർഡറിൽ മാത്രം വേറെ ഇങ്ങനെ ഫുൾ ബോർഡർ ഡിസൈൻ വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി പറ്റിയൊരു സാരിയാണ്. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. 5.5 മീറ്റർ സാരി പ്ലീറ്റ്സിലൊക്കെ ഈ വർക്ക് ഉണ്ടാകും. ഇതുപോലെ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മെറൂൺ കളർ ത്രെഡ് അല്ല ബ്ലൗസ് പീസ് യൂസ് ചെയ്താൽ മതി. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1799 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ കാണിച്ച സാരീസിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.